ഹിന്ദി എന്നാൽ ബി.ജെ.പിക്കാർക്ക് പ്രാണനാണ്. മറ്റു സംസ്ഥാനങ്ങൾ മാതൃഭാഷയെ പാടെ ഉപേക്ഷിച്ച് ഹിന്ദിയെ മുറുകെ പിടിക്കണമെന്നാണ് ബി.ജെ.പിക്കാർ വാദിക്കുന്നത്. ഇന്ത്യ ഒട്ടാകെ ഒരു ഭാഷ സംസാരിക്കുമ്പോൾ അതിൻ്റെ ഗുണം തങ്ങൾക്ക് കിട്ടുമെന്ന് ബി.ജെ.പി വിശ്വസിക്കുന്നു. എന്നാൽ ബി.ജെ.പിയുടെ തലതൊട്ടപ്പന്മാരായ സംഘപരിവാറിന് ഹിന്ദിയോട് വലിയ താല്പര്യമില്ല. ബി.ജെ.പി ഹിന്ദിയെ ദൈവിക വിഷയമായി കാണുമ്പോൾ അതിൻ്റെ ആവശ്യമില്ലെന്ന് പറയാതെ പറയുകയാണ് RSS. സത്യത്തിൽ സംഘപരിവാറിന് ഹിന്ദിയോട് മമതയുണ്ടോ? ഇല്ല എന്നാണ് ഉത്തരം. RSSന്റെ ഔദ്യോഗിക വെബ്സൈറ്റ് ഹിന്ദിയിലല്ല, മറിച്ച് ഇംഗ്ലീഷിലാണ് അത് കൈകാര്യം ചെയ്യുന്നത്. ഹിന്ദിയിൽ വായിക്കാനുള്ളൊരു പ്ലങ്കിങ് ഉണ്ടെങ്കിലും അത് തുറന്നു വരുമ്പോൾ മുഖ്യ തലക്കെട്ട് ഇംഗ്ലീഷിലാണ് നൽകിയിരിക്കുന്നത്. അതിനു പുറമെ സംഘപരിവാറിന്റെ മൗത്ത് പീസായ ഓർഗനൈസർ ഇറങ്ങുന്നതും ഹിന്ദിയിലല്ല, മറിച്ച് അതിൻ്റെ അച്ചടി ഓൺലൈൻ പതിപ്പുകളിലെല്ലാം ഇംഗ്ലീഷിലാണ് ഇറങ്ങുന്നത്. ഹിന്ദി ഭാഷാപ്രേമം രാഷ്ട്രീയ നേട്ടത്തിന് വേണ്ടിയാണ് സംഘപരിവാർ ഉയർത്തിക്കൊണ്ടുവരുന്നത്. ഹിന്ദി സംഘത്തിൻ്റെ പോലും ഇഷ്ടഭാഷയല്ല. ഒരു രാഷ്ട്രം ഒരു ഭാഷ എന്ന മുദ്രാവാക്യം പോലും നമ്മുടെ ബഹുസ്വരതയ്ക്ക് എതിരാണ്. ഹിന്ദി രാജ്യത്തിന്റെ പൊതുഭാഷയാക്കാമെന്ന കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ നിർദ്ദേശത്തിനെതിരെ പല സംസ്ഥാനങ്ങളും രംഗത്ത് വന്നിരിക്കുന്നു. രാജ്യത്തിന് ഒരു പൊതുഭാഷ വേണമെന്നും ഏറ്റവും കൂടുതൽ പേർ സംസാരിക്കുന്ന ഹിന്ദിക്ക് രാജ്യത്തെ യോജിപ്പിക്കാൻ കഴിയുമെന്നും ദേശീയ ഹിന്ദി ദിനാചരണ പരിപാടികളിൽ പങ്കെടുക്കവെയാണ് അമിത്ഷാ പറഞ്ഞിരുന്നത്. ഭാഷാടിസ്ഥാനത്തിൽ രാജ്യത്തെ വിഭജിക്കാനാണ് ബി.ജെ.പി ശ്രമിക്കുന്നതെന്ന് ഈ പ്രസ്താവനയിൽ നിന്നും മനസ്സിലാക്കാം. എല്ലാ ഭാഷകൾക്കും തുല്യ പ്രാധാന്യമാണ് ഉള്ളതെന്നും ഹിന്ദിക്ക് പ്രത്യേക രാഷ്ട്രഭാഷാ പദവി ഇല്ലെന്നും നിരവധി കോടതി വിധികളുണ്ട്. ഇന്ത്യയുടെ നിലനിൽപ്പു തന്നെ വൈവിധ്യമാർന്ന ഭാഷ വർഗവേതിരിപ്പുകളാണ്. അതുകൊണ്ട് തന്നെ ഒരു രാജ്യം ഒരു ഭാഷ എന്ന രാഷ്ട്രീയ അജണ്ട റിപ്പബ്ലിക്കിന്റെ താല്പര്യങ്ങൾക്കെതിരാണ്. ഹിന്ദിയുടെയും സംസ്കൃതത്തിന്റെയും ആധിപത്യം കാരണം ഉത്തരേന്ത്യയിലെ 25ലധികം തദ്ദേശീയ ഭാഷകൾ നഷ്ടപ്പെട്ടുവെന്ന് പഠനങ്ങൾ പറയുന്നു. വൈവിധ്യങ്ങളെ നിലനിർത്താൻ ഭരിക്കുന്ന പാർട്ടിക്ക് ഒരു ഉത്തരവാദിത്തമുണ്ട്. എന്നാൽ അത്തരം ശ്രമങ്ങൾ ഉണ്ടാവുന്നില്ല എന്ന് മാത്രമല്ല, ബഹുസ്വരതയെ നശിപ്പിക്കുന്ന പദ്ധതികൾക്കാണ് ബി.ജെ.പി ആക്കം കൂട്ടുന്നത്. ഹിന്ദി ഹിന്ദുക്കളുടെ ഭാഷയാണെന്ന് സ്ഥാപിക്കാൻ വേണ്ടി കൂടിയാണ് ഉറുദു മുസ്ലിങ്ങളുടെ ഭാഷയാണെന്ന് പറഞ്ഞ് അയിത്തം കൽപ്പിക്കുന്നത്. ഉറുദുവിലുള്ള സൂചനാ ബോർഡുകൾ റെയിൽവേ സ്റ്റേഷനുകളിൽ നിന്ന് എടുത്തു മാറ്റണമെന്ന ഹിന്ദുത്വ ഭരണകൂടത്തിന്റെ താല്പര്യങ്ങളൊക്കെ ഇതിൽ നിന്നും ഉണ്ടാവുന്നതാണ്. ഹിന്ദി ഹിന്ദുക്കളുടെ ഭാഷയല്ലാത്തതുപോലെ ഉറുദു മുസ്ലിങ്ങളുടെ ഭാഷയുമല്ല എന്നതാണ് വാസ്തവം. ഭാഷകൾ സത്യത്തിൽ ഒരു സംസ്കാരവും ജീവിത രീതിയുമാണ്. അതിന് മതവുമായി ഒരു ബന്ധവുമില്ലെന്ന് സംഘപരിവാരം തിരിച്ചറിയുന്നിടത്ത് ബി.ജെ.പിയുടെ ഹിന്ദി സ്നേഹം അവസാനിക്കുകയാണ്.